കൂട്ടുകാരെ, ചന്ദ്രകാന്തത്തിൽ ഇനി നമ്മളെയൊക്കെ ഞെട്ടിക്കുന്ന വഴിത്തിരിവുകൾ. അതേ പ്രേക്ഷകരെ, നമ്മുടെ പിങ്കി ഇനി ഇന്ദിവരത്തിന്റെ പടിക്ക് പുറത്ത് നമ്മുടെ നന്ദയുടെ കുഞ്ഞിനെ നഷ്ടപ്പെടുന്ന ഒരു രംഗം തന്നെയാണ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് എന്തെങ്കിലും കാണുവാൻ സാധിക്കുക. അതിനുശേഷം പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് നമ്മുടെ നന്ദ തിരികെ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ എല്ലാവരും ഭയങ്കര സങ്കടത്തിലാണ്. അപ്പൊ നമ്മുടെ അരുന്ധതിക്ക് ഇതങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ അരുന്ധതി നമ്മൾ ചന്ദ്രകാന്ത് എപ്പിസോഡ് കാണുന്നവർക്ക് മനസ്സിലാവും, ഇത്രയും നാളും ഒരു അനന്തരാവകാശി വരണേ എന്നുള്ളൊരു പ്രാർത്ഥനയിലായിരുന്നു. അങ്ങനെ ആറ്റുനോറ്റ് കിട്ടിയ ഒരു കുഞ്ഞായിരുന്നു. ആ കുഞ്ഞ് നഷ്ടപ്പെട്ടതിന്റെ ആ ഒരു കലി അടക്കാനാകാതെ നമ്മുടെ അരുന്ധതി പറയുന്നുണ്ട്, ഇത് നന്ദയുടെ കുഞ്ഞിനെ കാണുന്നത് ഒരു സ്ത്രീ ശാപമാണ്, പിങ്കിയുടെ ശാപം തന്നെയാണ് ഈ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെടുത്തിയത്. അതുകൊണ്ട് ഒരു നിമിഷം പോലും അവൾ ഈ വീട്ടിൽ വാഴാൻ പാടില്ല എന്ന് പറഞ്ഞ് നമ്മുടെ അരുന്ധതി നമ്മുടെ പിങ്കിയെ പിടിച്ച് ഇന്ദിവരത്തിന്റെ പടിക്ക് പുറത്താക്കി ആ ഒരു വാതിൽ കൊട്ടിയടക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് പ്രേക്ഷകർ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പിന്നീട് നമ്മുടെ നന്ദയും ഗൗതവും പുതിയ ജീവിതം കെട്ടിപ്പടുക്കുന്നതും, അപ്പുറത്താണെങ്കിൽ നമ്മുടെ പിങ്കിയുടെ പക ഇങ്ങനെ ആളി കത്തിക്കൊണ്ടിരിക്കുക. ഒരു പുതിയ ലക്ഷ്യങ്ങളുമായിട്ട് പിങ്കി വീണ്ടും ആ ഒരു പുനർജനിക്കുന്ന നിമിഷങ്ങൾ തന്നെയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആ ഒരു പഴയ ആ ഒരു പിങ്കി, അതിന്റെ പഴയതിനേലും 10 ഇരട്ടി പകയും ആ ഒരു കുശുമ്പും കുന്നായ്മ ഒക്കെ നിറഞ്ഞൊരു പിങ്കിയെ തന്നെയാണ് കേട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കൂട്ടുകാരെ, പിങ്കിയുടെ രണ്ടാം വരവിന്റെ ലക്ഷ്യത്തിന് പിന്നിൽ എന്തായിരിക്കും? ആരുടെ ജീവനായിരിക്കും? നമ്മുടെ നന്ദയുടെയും ഗൗതമിന്റെയും ജീവിതം തകർത്തെറിയാനായിരിക്കുമോ? അല്ലെങ്കിൽ ആ ഒരു പഴയ പ്രണയം, നമ്മുടെ ഗൗതമിനോടുള്ള ഒരു പഴയ പ്രണയം വീണ്ടെടുക്കാനായിരിക്കുമോ? എന്തായാലും ഈ ഒരു പുതിയ ഭാവത്തിൽ, പുതിയ രൂപത്തിൽ നമ്മുടെ പിങ്കി ഇനി നമ്മുടെ ചന്ദ്രകാന്തത്തിൽ, നമ്മുടെ ഇന്ദിവരത്തിലേക്ക് വീണ്ടും എഴുന്നള്ളുകയാണ്. എന്തൊക്കെയായിരിക്കും നമ്മുടെ പിങ്കിയുടെ ലക്ഷ്യം? അപ്പൊ എന്തായാലും സംഭവ ബഹുലമായ നിമിഷങ്ങൾ തന്നെയാട്ടോ നമ്മുടെ ചന്ദ്രകാന്തത്തിൽ ഇനി വരാൻ പോകുന്നത്. വളരെ പ്രവചനാതീതമായിട്ടുള്ള രംഗങ്ങൾ, മുഹൂർത്തങ്ങൾ തന്നെയായിരിക്കും നമ്മൾ പ്രേക്ഷകർക്ക് കാണാൻ പോകുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് മറക്കാതെ കാത്തിരുന്ന് കാണാം. അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.